വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 45 മുതലാണ്. 45-ലെ തൊഴിലുകൾ വിവിധ തരം എന്നു മുതലുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തൊഴിലുകൾ വിവിധ തരം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് തൊഴിലുകളെ കുറിച്ചിട്ടും വരുമാനങ്ങളെ കുറിച്ചിട്ടുമായിരുന്നു അല്ലേ. വിവിധ തരം വരുമാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വിവിധ തരം തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. 1ാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്ടർ രോഗിയെ നോക്കുന്നതാണല്ലേ. 2ാമത്തേത് കന്നുകാലികളെ നോക്കുന്ന ഒരാളെയാണ് കാണുന്നത്. 3ാമത്തേതോ അധ്യാപനമാണല്ലേ. പിന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് കാണുന്നുണ്ട്, കൃഷിപ്പണി കാണുന്നുണ്ട്, വക്കീലിനെ കാണുന്നുണ്ട്. ഇവിടെ മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഏതെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത്? അധ്യാപനം, പിന്നെ ഏതൊക്കെയാണ്? കൃഷി, ഡ്രൈവർ, ഡോക്ടർ, മൃഗപരിപാലനം, വക്കീല്. ഇത്രയുമാണ് കാണുന്നത്. ഒന്നുകൂടെ പറയാം: അധ്യാപനം, വക്കീല്, കൃഷി, ഡ്രൈവർ, ഡോക്ടർ, മൃഗപരിപാലനം. ഇനി കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കൃഷി രീതിയാണ്. അഥവാ കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, അതുപോലെ തേനീച്ച കൃഷി, ഇത്തരത്തിലുള്ളതൊക്കെയാണ് നമ്മൾ കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേര് കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. ഇനി എന്താണ് കാർഷികേതര തൊഴിലുകൾ? കാർഷിക തൊഴിലുകൾ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം. അഥവാ നമ്മുടെ നാട്ടിൽ കൃഷി മാത്രമാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾ മാത്രമാണോ ഉള്ളത്? അല്ല. അപ്പോൾ അതല്ലാത്ത തൊഴിലുകളെ നമുക്ക് കാർഷികേതര തൊഴിലുകൾ എന്ന് പറയാം. ഇനി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. അപ്പോൾ വ്യാവസായികമൊക്കെ പെടുന്നത് കാർഷികേതര തൊഴിലിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വേറെ എന്തൊക്കെയാണ്? വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലുകളെല്ലാം കാർഷികേതര തൊഴിലുകളാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടിക നമ്മളിന്ന് പൂർത്തിയാക്കണം. അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്തൊക്കെയാണ്? നെൽകൃഷി, മത്സ്യകൃഷി, ഇനി എന്തൊക്കെ കൊടുക്കാം? തേനീച്ച വളർത്തൽ, മൃഗപരിപാലനം, പച്ചക്കറി കൃഷി. ഇനി കാർഷികേതര തൊഴിലുകളാണെങ്കിലോ കച്ചവടം, കെട്ടിട നിർമ്മാണം, ഡോക്ടർ, അധ്യാപനം, ഓഫീസ് ജോലിക്കാർ. ഇതൊക്കെ നമുക്ക് കാർഷികേതര തൊഴിലുകളായിട്ടും കൊടുക്കാം. ഇനി സ്വയം തൊഴിലിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ ബിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർ പിക്കിൾസ് എന്നുള്ളത് എന്താണ്? അവരുടെ ഒരു അച്ചാർ യൂണിറ്റ് ആണ് അല്ലേ. അത് അവരുടെ സ്വന്തമായി അവർ ചെയ്യുന്ന ഒരു തൊഴിലാണ്. കുറിപ്പ് വായിച്ചുവല്ലോ. ഇത്തരത്തിൽ തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടമായും ചെയ്യുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. നമ്മുടെ പ്രദേശത്തൊക്കെ ഒരുപാട് കുടിൽ വ്യവസായങ്ങളുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അതല്ലാതെ ഈ വനിതാ സംരംഭകരുടെ അവരുടെ ഒരു യൂണിറ്റായിട്ട് തുടങ്ങുന്നത് ഉണ്ടായിരിക്കും.
അത്തരത്തിലുള്ള ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സ്വയം തൊഴിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഒറ്റക്കാണ്, അവരൊരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലോ ചെയ്യുന്നതല്ല, അവരൊറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്തു പറയുക, സ്വയം തൊഴിൽ എന്ന് പറയാം. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അവിടെ അയാൾ തന്നെയാണ് തൊഴിലുടമ അല്ലെങ്കിൽ അയാൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തൊഴിലുടമയുടെയും ഒരു വ്യക്തിയുടെയും സംരംഭത്തിൻ്റെ ഉത്തരവാദിത്വവും അവർ തന്നെ ഒറ്റക്കാണ് നിർവഹിക്കുന്നത്. അതേ അവസരത്തിൽ സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ തന്നെയായിരിക്കും. അതിൽ നിന്ന് എന്താണോ ലാഭം കിട്ടുന്നത് അത് അവർക്ക് തന്നെ കിട്ടും, എന്താണോ നഷ്ടം സംഭവിക്കുന്നത് അതും അവർ ഒറ്റക്ക് തന്നെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയാണ്. നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റക്കോ കൂട്ടമായോ നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ? ഇല്ല, ഉണ്ടല്ലേ? നമ്മുടെ ഭാഗത്തൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള ഷോപ്പുകളും കടകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ്. മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് എന്താണ്? ടൈലറിംഗ് ആണ് അല്ലേ? ടൈലറിംഗ് ആണ്. രണ്ടാമത്തേത് ബാഗ് നിർമ്മാണമാണ്. മൂന്നാമത്തേത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതാണ്. അതിനുശേഷം നാലാമത്തേതായിട്ട് വരുന്നത് അച്ചാർ നിർമ്മാണമാണ്. ഓക്കെ, ഇനി സ്വയം തൊഴിൽ സംരംഭത്തിന്റെ സവിശേഷതകൾ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. പിന്നെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? നമ്മളിപ്പോൾ അത് വായിച്ചതിൽ നിന്നും മനസ്സിലായി. ലാഭം എന്നത് ആ വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമായിരിക്കും, വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. സ്വയം തൊഴിൽ പദ്ധതികളാണ് നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ തന്നെ ഗുണഭോക്താക്കളുടെ മുതിർന്ന പൗരന്മാർക്ക്, ഭിന്നശേഷിക്കാർക്ക്, വനിതകൾക്ക്, അഥവാ നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കാണ്, കൈവല്യ ഭിന്നശേഷിക്കാർക്കാണ്, ശരണ്യ വനിതകൾക്കാണ്. ഓക്കെ, ഇനി സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ചായപ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം, പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാരൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അധ്വാനിക്കുന്ന മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിയാണല്ലേ? ഒരു രാജ്യത്തിൻ്റെ തൊഴിലാണ് ആ രാജ്യത്തിലെ സാമ്പത്തികം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലെ നോട്ട്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ളതാണ്. അതും നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.